وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. صدق الله مولانا العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്ത് യാസീനിലെ 44-ാമത്തെയും 45-ാമത്തെയും ഒക്കെ ആയത്താണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 46-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് ആ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാതെ, അല്ലാഹുവിനെ വഴിപ്പെടാതെ, സത്യസന്ദേശങ്ങളെ കാറ്റിൽ പറത്തി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന, പുറന്തിരിഞ്ഞു കളയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് അല്ലാഹു തആല ഒരു അവധി തന്നിരിക്കുന്നതാണെന്നും അങ്ങേയറ്റത്തെ ആത്മധൈര്യത്തോടെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റല്ല, റബ്ബൊന്നും ചെയ്യില്ല, ഇതൊക്കെ വെറുതെയാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ മുന്നോട്ട് ജീവിക്കണ്ട. അത് അല്ലാഹ് നിനക്ക് തന്നിരിക്കുന്ന ഒരു അവധി മാത്രമാണ്. ഒരു നാൾ റബ്ബ് പിടിക്കും. ഇനി അതല്ല, നിന്റെ ജീവിതം ഈ ദുനിയാവിൽ നീ ജീവിച്ചു തീർക്കുന്നത് റബ്ബിന്റെ വലിയ കാരുണ്യമുള്ളതിന്റെ പേരിലാണ്. ഇല്ലാ റഹ്മത്തൻ മിന്നാ വ മതാഅൻ ഇലാഹി എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരുടെ മറ്റൊരു വിശേഷണത്തെ പറ്റി പറഞ്ഞത്, അവരോടായി നന്മ ഉപദേശിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇത്തഖൂ മാ ബൈന ഐദീക്കും, നിങ്ങൾ സൂക്ഷ്മതയുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ കണ്ടതുപോലെ ജീവിക്കല്ലേ. റബ്ബിന്റെ കാരുണ്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്കൊരുപാട് തെളിവായി മാ ബൈന ഐദീക്കും എന്ന ആയത്തിന്, എന്ന പദത്തിന് പല തഫ്സീറുകൾ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. മാ ബൈന ഐദീക്കും എന്ന പദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ബൈന ഐദീക്കും എന്ന് പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾക്ക് മുമ്പുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞു, കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായത്തിന് സംഭവിച്ച ആ ഒരു സംഭവം, ആ ഒരു അദാബ്, അത് നിങ്ങൾ ഓർത്തിട്ടൊരു ഭയം വേണം. പിന്നെ പറഞ്ഞത് മിൻ ബി അദാബി ദുനിയ, ദുനിയാവിലെ അദാബ്, ദുനിയാവിലെ ശിക്ഷകളെ പറ്റി ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. റബ്ബിന്റെ ഒരു വലിയ പിടികൂടൽ ഉണ്ടാകും, അത് ദുനിയാവിൽ വെച്ചും ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകണം, എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണം. പിന്നെ പറഞ്ഞത് മാ ബൈന ഐദീക്കും വമാ ഖൽഫക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ, യൗമുൽ ഖിയാമയിൽ ഒരുപാട് അദാബുകൾ വരാനുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ വരാനുണ്ട്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വരാനുണ്ട്. അതിനൊരു ഭയം നിങ്ങൾക്ക് വേണം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ പ്രകാരം മിൻ അദാബിൽ ആഖിറ, പാരത്രികമായ ലോകത്ത് കാത്തിരിക്കുന്ന ഖബർ മുതൽ, ബർസഖ് മുതൽ, സിറാത്ത് മുതൽ, മീസാൻ മുതൽ, വിചാരണ മുതൽ, ഹിസാബ് മുതൽ, നരകം വരെയുള്ള നിന്റെ ഭീതിജനകമായ അന്തരീക്ഷങ്ങൾ, അതിനെപ്പറ്റി ഒരു ഭയം നിനക്ക് വേണം എന്നവരോട് പറഞ്ഞാൽ അവർ പുറംതിരിഞ്ഞു കളയും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിന്റെ ഒരു ഉത്തരം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ശേഷം ഓതി വെക്കുന്ന ആയത്ത്, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം,
അവരുടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം പോലും എന്താണ് അവർക്ക് വന്നു ചേർന്നിട്ടില്ല, അവർക്ക് വന്നെത്തിയിട്ടില്ല. എന്ത് ചെയ്തിട്ടല്ലാതെ ഇല്ല കാനു അൻഹാ മുഅ്രിദീൻ, അവർ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ അവർ ഒരു ദൃഷ്ടാന്തത്തെയും കാണുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നിന്നാണ് നമുക്ക് ആ മറുപടി കിട്ടിയത്. അവരോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്താൽ അവർ പുറംതിരിഞ്ഞു കളയും. കാരണം എന്താ? അവര് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതുവരെ പറഞ്ഞു. ഭൂമിയെ പറ്റി പറഞ്ഞു, ആകാശത്തെ പറ്റി പറഞ്ഞു, ചന്ദ്രനെ പറ്റി പറഞ്ഞു, സൂര്യനെ പറ്റി പറയുന്നു, സമയങ്ങൾ മാറി മറിയുന്നതിനെ പറ്റി, രാപ്പകലുകൾ മാറി മറിയുന്നതിനെ പറ്റി, കപ്പലിന്റെ സഞ്ചാരത്തെ പറ്റി, ദൃഷ്ടാന്തങ്ങളൊക്കെ ഒട്ടനവധി പറഞ്ഞു. ഇനി പറയാത്തതും അവന്റെ മുമ്പിൽ നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവൻ കണ്ണുകൊണ്ട് കാണുന്നു, അവൻ രുചിച്ചറിയുന്നു, അവൻ മണത്തറിയുന്നു, അല്ലെങ്കിൽ അവൻ അനുഭവിച്ചറിയുന്നു ദുനിയാവിന്റെ ഉപരിതലത്തിൽ. ഇതൊന്നും അവനെ ബാധിക്കുന്നതല്ല. കാനു അൻഹാ മുഅ്രിദീൻ, അതിനെ തൊട്ടെല്ലാം അവനെന്താണ് പുറംതിരിഞ്ഞു നിൽക്കുന്നവനായി. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇതൊന്നും പ്രപഞ്ചനാഥനായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതല്ല, റബ്ബിന്റെ കാരുണ്യത്താലല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്താലല്ല. ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും അവൻ വിലക്കെടുക്കാനോ അതിന് ഗുണപാഠം ഉൾക്കൊള്ളാനോ ഉപദേശങ്ങളെ സ്വീകരിക്കാനോ തയ്യാറല്ല. എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ ഓതി വെക്കുന്നു. രണ്ടാമതായി അല്ലാഹു തആല അവരോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ് ഇനി അടുത്ത ആയത്തിൽ ഓതി വെക്കുന്നത്. രണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒന്നാമതായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. അതിൽ അവരെന്ത് ചെയ്തു? പരാജയപ്പെട്ട് അവർ പിന്മാറി. രണ്ടാമതായി വീണ്ടും ഒരു ഉപദേശം അവരോട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവരുടെ സമീപനം എന്താണെന്നാണ് അടുത്ത ആയത്തിൽ ഓതി വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.